ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. നിഫ്റ്റി ഇന്ന് ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ 1.62% ബെയറിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് താഴത്തേക്ക് 1.62% ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ബെയറിഷ് ആയിട്ടൊരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി ഒരു ഇൻസൈഡ് ബാർ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അതിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതനുസരിച്ച് നിഫ്റ്റിൻ്റെ ട്രെൻഡ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാമെന്ന്. സോ ബേസിക്കലി താഴത്തേക്കാണ് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബെയറിഷ്നെസ്സിലേക്ക് വീണ്ടും നിഫ്റ്റി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മുന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ഡിമാൻഡ് സോൺ. ഈ ഡിമാൻഡ് സോണിന് ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ്ലി സോ ഒരു ബൗൺസ് കിട്ടി, പക്ഷേ ഈ ബൗൺസ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മെയിൻലി ഇന്നത്തെ ഒരു സെൽ ഓഫിന് മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ HMPV വൈറസിൻ്റെ സ്ഥിരീകരണമാണ് ഇന്ത്യയിലും. അപ്പോൾ ഒരു കോവിഡ് ഭീതി ഉണർത്താം, അതുപോലെ കോവിഡ് കാലത്തിൻ്റെ ഒരു ഭീതി ഉണർത്താം എന്നുള്ള ഒരു പേടിയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി ഇന്ന് കൂടുതൽ സെല്ലിംഗ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം എങ്ങനെയായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ന്യൂസ് ബേസ്ഡ് സെൽ ഓഫ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് ബേസ്ഡ് സെൽ ഓഫിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസസും കാര്യങ്ങളും ഇൻടാക്റ്റായി വെക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ വരുന്ന ഈ ലെവലുകളിൽ ഇനി എങ്ങനെ നിഫ്റ്റി ഈ ലെവലുകൾ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാം. പക്ഷേ റൈറ്റ് നൗ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ പൊസിഷൻസ് ഒന്നും സ്വിംഗ് ട്രേഡിംഗ് എടുക്കുന്നത് വളരെയധികം മോശമായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഓൾറെഡി നിഫ്റ്റി ബെയറിഷാണ്. ഇപ്പോൾ നമ്മൾ CNX മിഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 400 ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം സെൽ ഓഫാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഭയാനകമായ ഒരു സെൽ ഓഫ് എന്ന് തന്നെ നമുക്ക് പറയാം. 2.65% മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ 5, 10 and 20 MA താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെയധികം ബെയറിഷായ സിനാരിയോ ആണ്. അപ്പം ഇവിടെ വന്ന് ഇത്രയും ഈ ഒരു സെൽ ഓഫ് ഇവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12th December മുതൽ ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ചെറുതായിട്ടൊന്ന് പൊങ്ങി ഒന്ന് താഴത്തേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ എനിക്ക് താല്പര്യമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ബൈ ചെയ്യാൻ ശ്രമിക്കും. കാരണം നമുക്കറിയില്ല, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ നേരെ അങ്ങ് മുകളിൽ പോയാലോ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 2-3 ദിവസങ്ങളിൽ ഞാൻ കുറച്ച് സ്റ്റോക്സ് വാങ്ങിയിരുന്നു. അതിൽ കുറച്ചെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചു, കുറച്ചെണ്ണം ഞാൻ ചെറിയ പാർഷ്യൽ പ്രോഫിറ്റ്സ് എടുത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ടു ബ്രേക്ക് ഈവൻ വെച്ചിട്ടുണ്ട്. പക്ഷേ റൈറ്റ് നോ ഇനി അങ്ങോട്ട് ഞാൻ ഒരു പുതിയ ട്രേഡുകൾ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് ആക്ഷൻ എനിക്ക് വളരെയധികം ബെയറിഷ് ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഡിമാൻഡ് സോൺ ഉണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഇതൊരു വിൻഡോ സപ്പോർട്ട് ഉണ്ട്. നമുക്കിവിടെ ഗ്യാപ്പ് നമ്മൾ വിൻഡോ സപ്പോർട്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്നില്ല, കുറച്ച് ദിവസം കൺസോളിഡേറ്റ് ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ HMPV വൈറസിൻ്റെ ന്യൂസും കാര്യങ്ങളൊന്നും അത്ര എക്സ്ട്രീമായി വരാത്തിടത്തോളം കാലം നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വീണ്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്ട്രീം ഓവർസോൾഡ് ആയി പോകും. ഇവിടെ മാർക്കറ്റ് നമ്മുടെ ബ്രെഡ്ത്ത് അനാലിസിസ് ഞാൻ ഒന്നുകൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ മാർക്കറ്റ് എക്സ്ട്രീംലി ഓവർസോൾഡ് സിനാരിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്ട്രീംലി ഓവർസോൾഡ് സിനാരിയോയിലേക്ക് പോകും. അപ്പോൾ അവിടുന്ന് നല്ലൊരു ബൗൺസ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റൈറ്റ് നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൂവിങ് ആവറേജിനും താഴെയാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് പുതിയ പൊസിഷൻസും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇപ്പം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ മേ ബി ഈ ഒരാഴ്ച പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മേ ബി അടുത്ത ആഴ്ചയ്ക്ക് ആയിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു സിനാരിയോ വരിക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നല്ലൊരു ഓവർസോൾ സിനാരിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടുന്ന് ഒരു ഓവർസോൾ ബൗൺസ് പ്ലേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എടുക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൻ്റെ അനാലിസിസ് ഇതാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള കാര്യം ഈ ഒരാഴ്ചത്തേക്ക് അടുത്തൊരാഴ്ചൻ്റെ പകുതിയും ഡെഫിനറ്റ്ലി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ പ്രൈസ് ആക്ഷൻ ഡേ ബൈ ഡേ പ്രൈസ് ആക്ഷൻ നോക്കി തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാം. പിന്നെ നമ്മൾ ഇനി പോകുന്നത് ബ്രെഡ്ത്ത് അനാലിസിസിലേക്കാണ്. ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബവ് 20 MA നോക്കുകയാണെങ്കിൽ December 26 ലോ ഉണ്ടായിരുന്നു 26%. അത് വീണ്ടും കട്ട് ചെയ്ത് 22.96%ലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന്
ഇനി താഴത്തേക്ക് വന്ന് 20% താഴത്തേക്ക് പോകും. 20% താഴത്തേക്ക് പോയി എക്സ്ട്രീംലി ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് മാർക്കറ്റ് വരും. ഇപ്പോൾ വിത്തിൻ 2 or 3 days എനിക്ക് തോന്നുന്നു 20% താഴെ പോകുമായിരിക്കുന്നു. എത്രമാത്രം പോകും, അവിടെ നിന്ന് എത്രമാത്രം ഒരു ബ്രെത്ത് റെസ്റ്റ് മുകളിലേക്ക് കിട്ടും എന്നൊക്കെ നോക്കി അനുസരിച്ചിരിക്കണം നമ്മുടെ റിവേഴ്സൽസ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. പക്ഷേ റൈറ്റ് നൗ എക്സ്ട്രീംലി ബെയറിഷ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ കട്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് സ്റ്റോക്സ് ഓവർ 50 EMA നോക്കുകയാണെങ്കിൽ 32% എന്ന ലോ കട്ട് ചെയ്ത് 29.28% എത്തിയിട്ടുണ്ട്. ഇതും ഒരു 20ക്ക് താഴെ പോവുകയാണെങ്കിൽ എക്സ്ട്രീംലി ഓവർ സോൾഡ് കണ്ടീഷൻസിലേക്ക് നമ്മൾ വീണ്ടും പോകും. അപ്പോൾ അങ്ങനത്തെ ഓവർ സോൾഡ് കണ്ടീഷൻസിൽ ഒരു ഓവർ സോൾഡ് ബൗൺസസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പക്ഷേ ഇതൊക്കെ ഒബ്വിയസ്ലി ഇപ്പോൾ ഇത് പെർസെൻറ്റേജ് സ്റ്റോക്സ് അപ്പോൾ 50 EMA ഒരു 10ൻ്റെ അടുത്തൊക്കെ എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ് ബൗൺസസ് ഉണ്ടാവും. അതും നല്ല രീതിയിലുള്ള ബൗൺസുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊക്കെ കുറച്ചും കൂടി നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. കുറച്ചും കൂടി ഈ ബൗൺസസ് എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ട്രേഡ് ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ബൗൺസുകൾ ട്രേഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൗൺസൊക്കെ വന്ന് ചെറുതായിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ, അതായത് ഇങ്ങനത്തെ ഒരു സിനാരിയൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ബ്രേക്ക് ഔട്ട്സ് ട്രേഡ് ചെയ്യാനേ ഞാൻ പറയുകയുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഉള്ള സിനാരിയോസ് മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് ഈ പല ഓവർസോൾഡ് സിനാരിയോസിലും മാർക്കറ്റിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി പഠിച്ചിട്ട് അതിനുശേഷം ബൗൺസസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ റൈറ്റ് നൗ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്ന് ഇന്നത്തെ അനാലിസിസ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു എൻവയോൺമെൻ്റ് അല്ല മാർക്കറ്റിലുള്ളത്. നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെൽ ഓഫ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമുക്കൊരു ന്യൂസ് ബേസ്ഡ് കാറ്റലൈസിസ് ഉണ്ട്. കാരണം വൈറസ് വന്നിട്ടുണ്ട്. വൈറസ് എത്രമാത്രം വ്യാപകമാകും അല്ലെങ്കിൽ എത്രമാത്രം ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രീംലി കോഷ്യസ് ആയിട്ടിരിക്കണം. സ്വിംഗ് ട്രേഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ഭയങ്കര ഹൈ പ്രോബിലിറ്റി ഉള്ള സമയമാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം മാർക്കറ്റിൽ നിങ്ങൾ പ്ലേ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.